നമസ്കാരം. പാതവില തട്ടിപ്പ് കേസിലെ അറസ്റ്റിലായ അനന്തു കൃഷ്ണന് വിവിധ ബാങ്കുകളിലായി 21 അക്കൗണ്ടുകളുണ്ടെന്ന് സ്ഥിരീകരിച്ച് ക്രൈംബ്രാഞ്ച് എത്തി. സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന അനന്തുവിന്റെ സ്ഥാപനത്തിന്റെ പേരിലുള്ള 11 അക്കൗണ്ടുകൾ വഴി മാത്രം 548 കോടി രൂപ അനന്തു കൃഷ്ണന് ലഭിച്ചു എന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ച വിവരം. കൂടാതെ ഇരുചക്ര വാഹനം നൽകാമെന്ന് വാഗ്ദാനം നൽകി 20,163 പേരിൽ നിന്നായി 60,000 രൂപ വീതവും 4,035 പേരിൽ നിന്ന് 56,000 രൂപ വീതവും വാങ്ങിയതിലൂടെ 143.5 കോടി രൂപയും അനന്തുവിന്റെ അക്കൗണ്ടിൽ എത്തിയെന്നാണ് ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണത്തിൽ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. കസ്റ്റഡി അപേക്ഷയിലെ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. 548 കോടി രൂപയുടെ ഉറവിടം സംബന്ധിച്ചും കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും വ്യക്തത വരേണ്ടതുണ്ട്. പണം പോയ വഴിയിലേക്ക് ഇപ്പോഴും അന്വേഷണം നടന്നിട്ടില്ല. ഇതേക്കുറിച്ച് വ്യക്തത വന്നാൽ തട്ടിപ്പിന്റെ വ്യാപ്തി വീണ്ടും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. തട്ടിപ്പ് തുകയെല്ലാം എന്തിനാണ് വിനിയോഗിച്ചത് എന്നതിലും വ്യക്തതയൊന്നുമില്ല. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി 5 ദിവസത്തേക്കാണ് അനന്തു കൃഷ്ണനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ 2 ദിവസത്തേക്കാണ് പ്രതിയെ കോടതി കസ്റ്റഡിയിൽ വിട്ടത്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ 4.25 കോടി രൂപ മാത്രമാണ് അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിൽ നിന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചത്. കുറച്ച് ഇരുചക്ര വാഹനങ്ങളും ലാപ്ടോപ്പുകളും വിതരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് ഭൂമിയും വാങ്ങിയിട്ടുണ്ട്. ബാക്കി തുക എങ്ങനെ വിനിയോഗിച്ചു എന്നതിൽ കൃത്യമായ വിവരം ലഭിക്കണം എന്നുണ്ടെങ്കിൽ വിശദമായ തെളിവെടുപ്പ് ആവശ്യമാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് ഉയർത്തുന്ന വാദം. തിരഞ്ഞെടുപ്പുകൾക്കും മറ്റുമായി രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൈമാറിയെന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് തട്ടിപ്പുമായി ബന്ധമുണ്ടെന്നും ആരോപണം ഉയർന്നിരുന്നു. ഇതിലെല്ലാം കൂടുതൽ വ്യക്തത വരുന്നതിന് കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും അത്യാവശ്യമാണെന്നും ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനിടെ പകുതി വില തട്ടിപ്പിൽ ഇഡിയും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സീഡ് സൊസൈറ്റി ഭാരവാഹികളുടെ മൊഴി ഇഡി രേഖപ്പെടുത്തി. കണ്ണൂരിലെ സീഡ് സൊസൈറ്റി ഭാരവാഹികളാണ് ഇഡിയുടെ കൊച്ചി ഓഫീസിലെത്തി മൊഴി നൽകിയത്. കണ്ണൂർ സീഡ് സൊസൈറ്റി പ്രോജക്ട് മാനേജർ, കോർഡിനേറ്റർമാർ എന്നിവർ മൊഴി നൽകി. ആനന്ദകുമാർ ഉൾപ്പെടെ തട്ടിപ്പിന്റെ ഭാഗമാണെന്ന് ഭാരവാഹികൾ മൊഴി നൽകിയിട്ടുണ്ട്. തനിക്ക് തട്ടിപ്പിൽ പങ്കില്ലെന്നാണ് ആനന്ദകുമാർ ആരോപണം ഉന്നയിച്ചിരുന്നത്. ഇത് തട്ടിപ്പാണെന്ന് നേരത്തെ തന്നെ വ്യക്തമായതുമാണ്. ആനന്ദകുമാർ NGO ഫെഡറേഷൻ ആജീവനാന്ത ചെയർമാനാണെന്ന വിവരമാണ് പുറത്തു വന്നത്. KN ആനന്ദകുമാർ, അനന്തു കൃഷ്ണൻ, ഷീബ സുരേഷ്, ജയകുമാരൻ നായർ, ബീന സെബാസ്റ്റ്യൻ എന്നിവരാണ് NGO കോൺഫെഡറേഷൻ സ്ഥാപക അംഗങ്ങൾ. 5 പേർക്കും പിന്തുടർച്ചാവകാശമുണ്ടെന്നും രേഖകളിൽ പറയുന്നുണ്ട്. കൂടുതൽ അംഗങ്ങളെ നിർദ്ദേശിക്കാനുള്ള അധികാരവും ചെയർമാനായ ആനന്ദകുമാറിനാണ്. ആജീവനാന്ത ചെയർമാൻ ആണെങ്കിലും ആനന്ദകുമാറിന് എപ്പോൾ വേണമെങ്കിലും രാജിവെക്കാനും കഴിയും. പുതിയ ആളുകളെ നിർദ്ദേശിക്കാനുള്ള അധികാരവും ആനന്ദകുമാറിനാണ്. പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാമം മേധാവി KN ആനന്ദകുമാറിനൊപ്പം കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തക ബീന സെബാസ്റ്റ്യന്റെ പങ്കിനെക്കുറിച്ചും സമഗ്രാന്വേഷണം നടത്തുകയാണ് ക്രൈംബ്രാഞ്ച്. മുഖ്യപ്രതി അനന്തു കൃഷ്ണൻ രൂപീകരിച്ച NGO കോൺഫെഡറേഷന്റെ അധ്യക്ഷയായ ബീനയ്ക്ക് തട്ടിപ്പിനെ കുറിച്ച് നേരത്തെ തന്നെ സൂചന കിട്ടിയിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ആയിരിക്കും ഉപദേശക സമിതിയുടെ ചെയർമാൻ എന്ന കാര്യവും ട്രസ്റ്റ് ഡീഡിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അനന്തു കൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള പ്രൊഫഷണൽ സർവീസസ് ഇന്നോവേഷൻ എന്ന സംഘടനയ്ക്കാവും പാതിവിലയ്ക്ക് സാധനങ്ങൾ നൽകുന്നതിന്റെ ഉത്തരവാദിത്തം എന്നതും രേഖയിലുണ്ട്. തട്ടിപ്പിന്റെ സൂത്രധാരൻ അനന്തു കൃഷ്ണനാണെങ്കിലും നിയമപരമായ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ആനന്ദകുമാറിനാണെന്ന് വ്യക്തമാക്കുന്നുവെന്നതാണ് ഈ കേസിൽ ഈ ട്രസ്റ്റ് ഡീഡിന്റെ പ്രാധാന്യം. രേഖകളിലുള്ള 5 പേർക്ക് പുറമെ മറ്റു 2 പേരെ കൂടി ആനന്ദകുമാർ ട്രസ്റ്റിന്റെ ഭാഗമാക്കിയിരുന്നു എന്ന വിവരവും ലഭിച്ചു. നന്ദി.